we will finish it now. And as per your person direction only we are doing. Whatever he has told, that we will accept, and we will finish till that wall where it is connected directly. From there, suppose if it is not positive, then we will start here, because here that canteen was there. That is second option. But first option we are expecting this side only. Now we are putting the all mud here only. We are not don't far away, here only. That road is also clear. Now we will stop here only, and within 1 hour you will get the report. Maximum 1 hour. Okay. Your person from Kerala who has come now. As per his direction we are doing now. Okay. He should not. He's always with the He should not have any doubt. He should not have any doubt on our people, and I told him, you give the direction, as per your direction we will go, and we will take some sort of risk also. That we have to. Even you are getting single wood piece, no? That is more than enough. Okay. അല്ലേ സതീഷ് കൃഷ്ണ സെയിൽ സംസാരിക്കുകയായിരുന്നു. ഇവിടെ തുടരുകയാണ്. Loaded with the vehicle with the wood. Okay, one piece at least if we are getting, no, then it is 100%. It is fine. We will get the result. 1 hour max. Otherwise, we will come this side. After 1 hour, you will come This side. By 1 hour, we can finish that. Yeah. Another 3-4 vehicles are coming now, and dumping also we are making here only on the road here only. So the progress is there. Hope 110% we are doing our best efforts from last 5 days. Today is the 6th day, and we pray the God nothing will happen I wrong. appreciate your efforts, sir. Thank you. കാർവാർന്നുള്ള MLA സതീഷ് കൃഷ്ണ സെയിലാണ് സംസാരിച്ചത്. എന്തായാലും ഈ ദൗത്യ സേനാംഗങ്ങൾ അരുൺ പൂപ്പറമ്പ MLAയുമായി സംസാരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ പൂപ്പറമ്പ MLA എന്താണ് സ്വകാര്യമായിട്ട് അരുൺ പൂപ്പറമ്പയോട് സംസാരിച്ചത്? എന്തെങ്കിലും ഔദ്യോഗികമായ വിവരങ്ങളാണോ? SKN നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന ഘട്ടത്തിൽ MLA രാത്രി ഏറെ വൈകിയും ഇവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ MLAയോട് നമ്മൾ വിശദമായി നേരത്തെ സംസാരിക്കുകയും ചെയ്തതാണ്. MLA പറയുന്നത് നിലവിലിപ്പോൾ ഈ 1 മണിക്കൂർ കൂടി ഇത്തരത്തിൽ വലിയ മൂടി നിൽക്കുന്ന ഈ ചളി നീക്കം ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും ഈ രക്ഷാദൗത്യം എന്ന രൂപത്തിലേക്ക് അതിലേക്ക് കടക്കുക എന്നതാണ് നിലവിൽ ഇപ്പോൾ MLA പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അവർക്കൊരു ഒരു പ്ലാൻ ഉണ്ട്. അതായത് നിലവിൽ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഒരു പ്ലാൻ ഉണ്ട് എന്നതാണ് നമ്മൾ കരുതേണ്ടത്. അതിനുശേഷം അതായത് ഈ സൈന്യം ഉൾപ്പെടെ എത്തുമ്പോൾ, കൂടുതൽ ദൗത്യ സംഘം എത്തുമ്പോൾ അതിൽ ഈ പൂർണ്ണമായും ചളി നീക്കം ചെയ്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സിഗ്നൽ പോയിന്റ് ഇന്നലെ വൈകിട്ട് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ആ സിഗ്നൽ പോയിന്റിൽ എത്തിയിട്ടുള്ള തെരച്ചിൽ ആണ് ഇതിൽ ഏറെ നിർണായകം, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ദൗത്യമാണത്. അതിലേക്ക് കടക്കണമെങ്കിൽ ഈ വലിയ മൂടി നിൽക്കുന്ന ഈ ചളി നീക്കം ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിറ്റാച്ചികളും JCBകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ ചളി നീക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ സിഗ്നൽ പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദൗത്യം ഈ രക്ഷാപ്രവർത്തകർ ആരംഭിക്കും. അതിൽ MLA പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള മലയാളി രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തിയത്. അതിനുശേഷം അവർ പൂർണ്ണമായും ഇതിൽ വളരെ ആത്മാർത്ഥമായി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം രഞ്ജിത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലം. ഇതിനു മുമ്പും ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആൾക്കാരാണ്. SKN അത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് രഞ്ജിത്ത് ഈ രക്ഷാപ്രവർത്തനത്തിൽ NDRFന്റെ ഒരു നിർദ്ദേശം അവർ ക്ഷണിച്ചതിനെ തുടർന്നാണ് ഇങ്ങോട്ട് എത്തിയത്. ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ അനുമതി വാങ്ങിയതിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തുകയും പിന്നീട് പൂർണ്ണമായും രാത്രി നമ്മൾ ഇവിടെ എത്തിയ ഘട്ടത്തിലും രഞ്ജിത്ത് ഇവിടെ ഉണ്ട്. ADGPയും ഇവിടുത്തെ ഉന്നത പോലീസ് സംഘവുമായി
അവരുമായി ഇനിയും രാത്രി വൈകിയും നമുക്ക് തെരച്ചിൽ നടത്താൻ സാധിക്കും, ഞങ്ങൾ തയ്യാറാണ്, വി റെഡി എന്ന് രഞ്ജിത്ത് പറയുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. എന്നാൽ അവർ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം, അതായത് നിലവിൽ ഈ കനത്ത മഴ പെയ്യുന്നു, ഇന്നലെ രാത്രി മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ രാത്രി നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ദൗത്യത്തിൽ ഏർപ്പെടേണ്ടതില്ല എന്ന ഇവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. ഇന്ന് രാവിലെ തന്നെ നിലവിൽ ഇപ്പോൾ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ കൂടി ഉണ്ട്. അവർ ഈ NDRF ഉൾപ്പെടെയുള്ള സംഘം അവരോടൊപ്പം ചേർന്ന് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് സൈന്യത്തിൻ്റെ ഒരു വരവാണ്. അവരുടെ സംഘം വന്നു കഴിഞ്ഞാൽ അവരെ ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ഈ ദുഷ്കരമായ സ്ഥിതി അത് മറികടക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഒരു ക്രമീകരണം പ്ലാനായിരിക്കും അവരുടെ ഭാഗത്തുണ്ടാവുക എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം ഈ സൈന്യത്തെ സംബന്ധിച്ച് അവർ ഇത്തരം അനുഭവങ്ങൾ അവർക്ക് ഇതിനു മുമ്പും ഒട്ടനവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ദുരന്തമുഖങ്ങളെ അവർ നേരിട്ടവരാണ്, അത്തരം ദുരന്തമുഖങ്ങൾ അതിജീവിച്ചവരാണ്, അത് മറികടന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ആദ്യഘട്ടം മുതൽ പറഞ്ഞത് ഈ ദുഷ്കരമായിട്ടുള്ള ഈ നിലവിലെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ ഇത് മറികടക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ വേണമെന്ന് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അത് പരിഗണിച്ച് ഇന്നലെ രാത്രിയാണ് ഈ സൈന്യം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുവെന്ന സ്ഥിരീകരിച്ച വിവരം ഇന്നലെ രാത്രിയാണ് പുറത്തു വന്നത്. പിന്നീട് ഈ ബലഗാവിൽ നിന്നുള്ള സംഘമാണ് ഇവിടെ എത്തിച്ചേരുക എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇന്നലെ രാത്രി തന്നെയാണ് പുറത്തു വരികയും ചെയ്തത്. അതോടെ നമുക്ക് ഈ ദൗത്യത്തിൽ കുറച്ചുകൂടി പ്രതീക്ഷ വന്നിട്ടുണ്ട്. ഈ ദൗത്യം കുറച്ചുകൂടി വേഗത്തിലാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അനാസ്ഥ തൽക്കാലം നമുക്കതിപ്പോൾ മറക്കാം. അല്ലെങ്കിൽ നമുക്ക് അത് സംസാരിക്കേണ്ട ഒരു സമയമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്കിപ്പോഴുള്ള നിലവിലെ സ്ഥിതി അത് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു വേഗത്തിൽ അത് നടത്താമായിരുന്നു എന്നൊക്കെ വിമർശനമുണ്ട്. എന്തായാലും ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അർജുൻ ഉൾപ്പെടെയുള്ള മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് എന്തായാലും വ്യക്തമാണ്. നേരത്തെ അർജുൻ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ മണ്ണിനടിയിൽ തന്നെയാണ് എന്നുള്ളത്. നിലവിൽ അവരിവിടെ എത്തി, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തി. അതിനുശേഷം അവർ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. നേരത്തെ ഒരു സംശയം ഇന്നലെ ഈ ലോറിയുടെ GPS പോയിന്റ് ലഭിച്ച സ്ഥലത്തിടത്ത് റഡാറിന്റെ സഹായത്തോടെയുള്ള പരിശോധനയൊക്കെ നടന്നിരുന്നു. എന്നാൽ ആ പരിശോധനയിൽ നമുക്ക് ആശാവഹമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ മെറ്റൽ കണ്ടന്റിന്റെ ഒരു സാധ്യത ഒന്നും കണ്ടെത്തിയിരുന്നില്ല. ഇന്നലെ ലഭിച്ച 3 സിഗ്നലുകൾ അതായത് ഇന്നലെ രാവിലെ ലഭിച്ച 3 സിഗ്നലുകൾ അത് ഈ അത്തരത്തിൽ ലോറിയുടേതല്ല എന്ന് സാങ്കേതിക വിദഗ്ധർ തന്നെ വ്യക്തമാക്കി. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ലഭിച്ച സിഗ്നൽ അത് കുറച്ചുകൂടി അതിന് സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി അവർ പങ്കുവെക്കുകയും ചെയ്തു. ഈ GPS ലൊക്കേഷൻ ആയിരുന്നു ആദ്യം നമ്മുടെ പ്രതീക്ഷ. എന്നാൽ അതിന് 30 മീറ്റർ ചുറ്റളവിൽ ഈ NITയിലെ സൂറത്കൽ NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘം അവർ ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുകയും 30 മീറ്റർ ചുറ്റളവിൽ അവർക്ക് അങ്ങനെ ഒരു കണ്ടന്റ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അതായത് റഡാർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷിരൂരിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശ്വാസത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ തെരച്ചിലിന് ഒരു ഗതിവേഗം കൈവന്നിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിന് വളരെ അവഗണിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. കുടുംബം തന്നെ പരാതി പറഞ്ഞിരുന്നു. എന്നാൽ ഈ തെരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ചുകൂടി ഊർജിതമായി തെരച്ചിൽ തുടരുകയാണ്. മാത്രവുമല്ല ഈ നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ അവർ കാണിച്ചു കൊടുത്ത സ്പോട്ടിൽ തന്നെയാണ് ഇപ്പോൾ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാർവാറിലെ MLA സതീഷ് കൃഷ്ണ സെയിൽ ഇടപെട്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരെ ഈ അപകട സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുകയും ഈ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ പകർത്തുന്ന നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൂടുതൽ JCBകൾ കൂടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ നമുക്ക് മറ്റൊരു വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. മലപ്പുറത്ത് പാണ്ടിക്കാട് നിപ്പ സ്ഥിരീകരിച്ച 14കാരൻ്റെ നാട്ടിൽ കൂടുതൽ നിയന്ത്രണം കർക്കശമാക്കി എന്ന രീതിയിൽ വാർത്ത വരുന്നു. വിവാഹം, സൽക്കാരമടക്കമുള്ള പരിപാടികൾക്ക് പരമാവധി 50 ആളുകൾക്ക് മാത്രമേ അനുവാദമുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും പാണ്ടിക്കാട്ട് അടച്ചിടും. മറ്റ് സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പാണ്ടിക്കാട് പഞ്ചായത്ത് വിട്ടുപോകരുതെന്നും ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെയും അറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ 14കാരൻ്റെ ചികിത്സ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുകയാണ്. ഈ 14കാരൻ്റെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഇപ്പോൾ വീണ്ടും നമ്മൾ ഷിരൂരിലേക്ക് പോകുന്നു. അർജുനനെ കാത്ത് കോഴിക്കോട്ടെ അർജുനനെ കാത്ത് മണ്ണിനടിയിൽപ്പെട്ടു പോയ ലോറി ഡ്രൈവർ അർജുനനെ കാത്ത് കേരളം കാത്തിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉത്കണ്ഠയോടെയാണ് കാത്തിരിക്കുന്നത്. ഇതിനിടയിലാണ് MLAയുടെ വെളിപ്പെടുത്തൽ വന്നത്. സതീഷ് കൃഷ്ണ സെയിൽ കാർവാർ MLA പറഞ്ഞു മറ്റ് 2 കർണാടകക്കാർ കൂടി മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. 100 മീറ്ററോളം മണ്ണുമല ഉയർന്നു നിൽക്കുകയാണ്. ഈ മണ്ണാണ് ചെളി നിറഞ്ഞ ഈ മണ്ണാണ് ഇപ്പോൾ മാറ്റാൻ JCBകൾ കഠിന യത്നത്തിലാണ്. ഇന്ന് രാവിലെ മുതൽ രാവിലെ 8 മണി കഴിഞ്ഞതോടെ ഈ തെരച്ചിൽ കുറച്ചുകൂടി ഊർജിതമായിട്ടുണ്ട് എന്നാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ 2 വാർത്താ സംഘങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേപോലെയാണ് ഈ നമ്മുടെ ഈ വെള്ളം കലർന്ന മണ്ണ് ഇങ്ങനെയുള്ള മണ്ണാണ് അവിടെ കൂടുതലുള്ളത്. അതുകൊണ്ട് ചെളി കലർന്ന മണ്ണാണ്. ഈ മണ്ണ് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ദുഷ്കരമാണ് എന്നാണ് നമ്മുടെ ആളുകൾ അറിയിക്കുന്നത്. എന്നാൽ അർജുൻ ജീവനോടെ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ഒരുപാട് യൂട്യൂബ് പ്രേക്ഷകർ പറയുന്നു. യഥാർത്ഥത്തിൽ ഇത്തരമൊരു അപകടം ചെയ്തു കൊടുത്ത ഭൂമി തന്നെ അർജുനെ കാത്ത് സംരക്ഷിക്കും എന്ന രീതിയിലുള്ള ചില പോസിറ്റീവായിട്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ രഞ്ജിത്ത് ഇസ്രായേൽ അതേപോലെയുള്ള പരിചയസമ്പന്നരായ ദൗത്യ സംഘങ്ങളൊക്കെ തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ സ്വയമേ പോയി പങ്കെടുത്ത ഈ മലയാളിയായ രഞ്ജിത്തൊക്കെ പറയുന്നത് പോലെ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ ഈ ലോറിക്കുള്ളിലാണെങ്കിൽ ജീവൻ സംരക്ഷിച്ച് അർജുന് കിടക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവർക്കൊക്കെ ഉണ്ട്. ആ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് JCB മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ണ് ഈ തെരച്ചിൽ അവിടെ തന്നെ നടത്തുന്നത്. ഇൻ കേസ് ഈ തെരച്ചിൽ ഒരു പ്ലാൻ A എന്ന രീതിയിലാണ് പോകുന്നത്. അഥവാ ഈ തെരച്ചിൽ ശരിയായ സ്ഥലത്തല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ പ്ലാൻ Bയിലേക്ക് അവർ മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അപകട സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞതോടെ കുറച്ചുകൂടി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയുന്നത് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. അവിടെ നിന്നുള്ള ഷിരൂരിലെ തത്സമയ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 11 മണിയോടെ മാത്രമേ സൈന്യം അവിടെ എത്തിച്ചേരൂ എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ബെൽഗാവിൽ നിന്ന് സൈന്യം എത്തുന്നതോടെ കുറച്ചുകൂടി തെരച്ചിലിന് വേഗം കൈവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം ഭൂമികളിൽ ഇത്തരം മണ്ണിളകി വീണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളിൽ ലാൻഡ് സ്ലൈഡ്സ് വളരെ ശക്തിയായി അനുഭവപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തിയ പരിചയ സമ്പത്ത് ആർമിക്കുണ്ട്. അതുകൊണ്ട് ആർമി വരുന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് പ്രേക്ഷകർ കാണുന്നത് ഇതിൻ്റെ നേരിട്ടുള്ള തത്സമയ ദൃശ്യം തന്നെയാണ്. ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്ഥലത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ പറയുന്ന പ്രദേശത്താണ് ലോറി കിടക്കുന്നത്. അവിടെയാണ് ഈ JCB ഉപയോഗിച്ചുള്ള മണ്ണ് മാന്തലിപ്പം നടക്കുന്നത്. ഈ മണ്ണ് മാറ്റുന്ന പ്രക്രിയ നടക്കുന്ന സ്ഥലത്ത് ലോറി അടിപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഏതാണ്ട് 100 മീറ്ററോളം ഉയരത്തിൽ മണ്ണ് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഒരുപക്ഷെ ഈ ലോറിയുടെ ഉയരത്തിന് മുകളിൽ മണ്ണ് കിടക്കുന്നുണ്ടാകും. എന്നാൽ നമ്മുടെ ഈ ലോറിയുടെ ഈ ബെൻസ് കമ്പനി പറയുന്നതൊക്കെ തന്നെ ഈ കമ്പനി പറയുന്നത് കുറച്ച് ദിവസങ്ങൾ അതിനകത്ത് ആളിന് ജീവനോടെ കിടക്കാൻ കഴിയുമെന്ന രീതിയിലൊക്കെ ഉള്ള പ്രതീക്ഷയാണ് പല കമ്പനി ഉടമകളും പറയുന്നത്. എന്തായാലും അരുൺ പൂപ്പറമ്പ കൂടി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ? ഈ സൈന്യം 11 മണിയോടെ എത്തിച്ചേരും എന്ന അറിയിപ്പ് നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? അതിൻ്റെ കൂടി വിവരങ്ങൾ പറയൂ. SKN ജില്ലാ ഭരണകൂടമാണ് ആ വിവരം അറിയിച്ചത്. ഏകദേശം ഒരു 11 മണിയോട് മാത്രമേ ഈ ബെൽഗാവിയിൽ നിന്നുള്ള ഈ സൈന്യത്തിൻ്റെ സംഘം ഇവിടെ എത്തിച്ചേരൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സൈന്യം ഇവിടെ എത്തിച്ചേർന്നാലായിരിക്കും ഈ രക്ഷാപ്രവർത്തനത്തിലുള്ള അടുത്ത നിർണായകമായിട്ടുള്ളൊരു ഘട്ടം ആരംഭിക്കുക. അവർക്ക് SKN ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ഇത്തരം അനുഭവങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവരും അത് മറികടന്നവരും അതിജീവിച്ചവരുമാണ്. അതുകൊണ്ട് അവർ എത്തിയതിനു ശേഷം അവർ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം എങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിനു മുമ്പായി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഈ ഒരു സിഗ്നൽ പോയിന്റ് ലഭിച്ചിരുന്നു. ലോറി ഉണ്ട് എന്ന് കരുതുന്ന ആ ഒരു ഇടത്തെ പൂർണ്ണമായും ഈ ചളിക്കൂന വലിയൊരു കുന്നുപോലെ കൂടിയിരിക്കുന്ന ഈ ചളിക്കൂന അവിടെ നിന്ന് മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് മാറ്റിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി മാറ്റുക എന്നുള്ളത് ശ്രമകരമാണ്. പക്ഷേ അത് ഏകദേശമെങ്കിലും മാറ്റിയാൽ മാത്രമേ ഈ രക്ഷാ ദൗത്യ സംഘത്തിന് അവിടെ കുറച്ചുകൂടി ഈ ലോറിയുടെ അടുത്തെത്തി അവരുടെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നതാണ് ഇവർ പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഏകദേശം 1 മണിക്കൂറോളം കൂടി ഈ മണ്ണ് എടുക്കുന്ന അല്ലെങ്കിൽ ഈ ചളി നിറഞ്ഞെടുക്കുന്ന
ആ ദൗത്യം തുടരും എന്നതാണ് തൊട്ട് മുമ്പ് MLA ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഇന്നത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിർണായകമാണ് ഇന്നത്തെ ദിവസം. ഇന്നേക്ക് 6ാമത്തെ ദിവസമാണ് ഈ അർജുൻ ഉൾപ്പെടെയുള്ള മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിൽ, നേരത്തെ MLA പറയുന്നതനുസരിച്ചാണെങ്കിൽ കൂടുതൽ പേർ ഇവിടെ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന വിവരം, അത് ഔദ്യോഗികമായിട്ടുള്ള വിവരമായിരിക്കണം എന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആ മനുഷ്യജീവനുകൾ ഇന്നത്തേക്ക് 6ാം ദിവസമായി മണ്ണിനടിയിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവസാനം അതായത് അർജുൻ്റെ കുടുംബവും മറ്റ് ഇതിൻ്റെ വിദഗ്ധരൊക്കെ ആവശ്യപ്പെട്ടതുപോലെ അവസാനം സൈന്യത്തെ തന്നെ ഇറക്കണം. ഇന്നലെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി ഇവിടെ സന്ദർശിച്ച ശേഷം മടങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലവിലുള്ള ദൗത്യസംഘത്തിൻ്റെ NDRFൻ്റെയും SDRFൻ്റെയും ഉൾപ്പെടെയുള്ള ദൗത്യസംഘത്തിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ അവർ കൃത്യമായി അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സൈന്യം നിലവിലിറങ്ങേണ്ട ആവശ്യമില്ല എന്നതാണ് HD കുമാരസ്വാമി ഇന്നലെ പ്രതികരിച്ചത്. എന്നാൽ ഇന്നലെ വൈകിട്ടോടെ വീണ്ടും സാഹചര്യം മാറി. കുടുംബം ശക്തമായി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരും അതിൽ സമ്മർദ്ദം ചെലുത്തി. നമുക്ക് കേരളത്തിൽ സാധ്യമാകുന്ന എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും എല്ലാം അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഒരേ മനസ്സോടെ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കർണാടക സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്തി. പിന്നീട് കർണാടക സർക്കാർ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട വളരെ പെട്ടെന്ന് അതിലൊരു ഇടപെടൽ നടന്നു. അങ്ങനെ സൈന്യത്തെ ഇവിടെ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. സൈന്യം അതിനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചു. ഇനിയിപ്പോൾ സൈന്യം എത്തിക്കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എന്തായാലും കടക്കുക. നമ്മളിപ്പോൾ SK നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഈ ഒരു പോയിന്റ്, അതായത് ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന ആ പോയിന്റിലാണ് ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്നത്. അത് ഒരു വലിയൊരു കൂനയാണ്, ഒരു ചളി, ഒരു കൂമ്പാരമാണ്. അതൊരു കുന്നുപോലെ ഇങ്ങനെ മുകളിലൂടെ ഇത് അത് എത്രത്തോളം ആഴമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം ഉയരത്തിൽ, അതായത് നമ്മൾ ഇന്നലെ കണ്ട രീതിയിലായിരിക്കില്ല ഇന്ന് കൂടുതൽ അതിൻ്റെ ആ ചളിയുടെ ഉയരം കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ്, അതിനടിയിലാണ് ഈ പോയിന്റ് ലഭിച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടി മുകളിലോട്ടാണ്. ഈ ദേശീയപാത നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ചുകൂടി കുന്നിനോട് അരികിലാണ് അതുള്ളത്. അരികിലും അതിന് കുറച്ച് മുകളിലോട്ടാണുള്ളത്. സ്വാഭാവികമായിട്ടും ആ പോയിന്റിലേക്ക് എത്തുക എന്നുള്ളത് ഈ താഴെയുള്ള സമാന്തരമായുള്ള എല്ലാ ഈ ചളികളും നീക്കി വേണം ആ പോയിന്റിലേക്ക് എത്താൻ. അതിൻ്റെ അടിയിലാണ് ഈ ലോറിയും ഉണ്ട് എന്ന് കരുതുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഇന്നലെ രാത്രിയും അവർ ഈ തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നു, രാത്രി സമയത്ത് നമുക്ക് ആ ദൗത്യം നടത്താൻ സാധിക്കില്ല, കാരണം കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് മറ്റൊരു ദൃശ്യം കണ്ടാൽ ഇതാ ഈ മുകളിൽ നിന്ന് വെള്ളം നമുക്കിങ്ങനെ താഴോട്ട് പതിക്കുന്നത് നമുക്ക് കാണാം. മല മുകളിൽ നിന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട് എന്നുള്ളത്. ശക്തമായ മഴ പെയ്താൽ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ മണ്ണിങ്ങനെ ഇടിയുന്ന സാഹചര്യം, വെള്ളം ഇങ്ങനെ ഇടിയുന്ന സാഹചര്യം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം നിലവിൽ ഇവിടെ ഉണ്ട്. അത് മറികടന്ന് വേണം നമുക്ക് ഈ രക്ഷാദൗത്യം പൂർത്തീകരിക്കാൻ. അത് തന്നെയാണ് രഞ്ജിത്ത് ഉൾപ്പെടെ പറഞ്ഞത്. ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യുകയാണ്. നമുക്ക് ഈ തൊട്ടിപ്പുറത്തോട്ട് ഈ റോഡിന് തൊട്ടരികിലോട്ട് വന്നാൽ ഗംഗാവലി പുഴയാണ്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിട്ടുള്ള ഈ മഴയിൽ ആ ഗംഗാവലി പുഴ ഈ കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഴക്ക് അത്രത്തോളം ജലനിരപ്പ് ഉണ്ട് എന്നതാണ്, അടിയൊഴുക്ക് ഉൾപ്പെടെ ഉണ്ട് എന്നതാണ്. എന്തായാലും ഈ പുഴയിലല്ല ഈ ലോറിയും ഈ അർജുൻ ഉൾപ്പെടെ അങ്ങനെ എന്തെങ്കിലും അകപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ എന്തായാലും തള്ളിക്കളയുകയാണ്. എന്തായാലും മണ്ണിൽ അടിയിൽ തന്നെയാണ് ഉള്ളത് എന്ന നിഗമനത്തിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. നിലവിൽ ഇന്നലെ ലഭിച്ചിട്ടുള്ള സിഗ്നൽ പോയിന്റ് വളരെ നിർണായകമാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ദേശീയപാത രണ്ട് വരിയായിട്ടുള്ള ദേശീയപാതയാണ്. ഈ ദേശീയപാതയുടെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് സ്ഥിരമായി ഈ ലോറിക്കാരും മറ്റ് വാഹനങ്ങളും ഉൾപ്പെടെ ഇവിടെ എത്തി ഈ റോഡരികിൽ നിന്നുകൊണ്ട് വിശ്രമിക്കുകയും അവർ ചായ കുടിക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. അവിടെയാണ് അർജുൻ ഉൾപ്പെടെ ഈ ലോറി ഉൾപ്പെടെ വരികയും ചെയ്തത്. അവിടെ ഒരു ചായക്കട ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. അതും പൂർണ്ണമായും നിഷ്പ്രഭമായി, അതിൻ്റെ ഒരു സാന്നിധ്യം പോലും ഇവിടെ നിലനിൽക്കുന്നില്ല. ഈ സ്ഥലത്തിൻ്റെ ഒരു കാഴ്ച തന്നെ ആകെ മാറി
ഇരിക്കുന്നതാണ്. അത്ര വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങൾ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ അപകടത്തിന് കൂടുതൽ വ്യാപ്തി ഉണ്ടായത്. ചിലപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ അപകടം. അരുൺ പൂപ്പറമ്പയാണ് ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ലോറി അമർന്ന് കിടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. അവിടെയാണ് ലോറി ഉണ്ട് എന്ന് അവർ കരുതുന്നത്. ശരിക്കും 6 ദിവസങ്ങളായി. നിങ്ങൾക്കറിയുന്ന ഒരു 6-ാം ദിവസമാണ് ഈ കോഴിക്കോട്ടെ അർജുൻ അവിടെ ലോറിയുമായി മണ്ണിൽ പെട്ടുപോയത്. സാധാരണ ലോറി ഈ ദീർഘദൂരത്തിൽ ഓടുന്ന ലോറികളൊക്കെ തന്നെ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അവിടെ അത്യാവശ്യം ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു, ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഈ മണ്ണുമല വന്നിറങ്ങിയതും അത് ആൾക്കാർ മണ്ണിനടിയിൽ പെട്ടുപോയത്. കുറേ അധികം മൃതദേഹങ്ങൾ നേരത്തെ തന്നെ അവിടുന്ന് കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ 3 പേർ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കിയത്. അതിൽ ഒന്ന് നമ്മുടെ അർജുനും മറ്റ് 2 പേർ കർണാടക സ്വദേശികളുമാണ്. ഈ 3 സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കാണുന്ന സ്ഥലത്താണ് ഈ JCB മണ്ണ് മാറ്റിക്കളയുന്ന സ്ഥലമില്ലേ, ആ മണ്ണ് എടുക്കുന്ന സ്ഥലത്താണ് ഈ ലോറി കിടപ്പുണ്ട് എന്ന് കരുതുന്നത്. അതാണ് അവരുടെ പ്ലാൻ A. അവിടെ മണ്ണ് മാറ്റി കൂടുതൽ പരിശോധന നടത്തുക എന്നുള്ള സംഭവമാണ്. രാവിലെ 11 മണിയോടെ ആർമി കൂടി ഈ രക്ഷാദൗത്യത്തിൽ ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.